അവിടെ മീഡിയ വൺ ടീ ടൈം ദോഹ റണ്ണിന് തുടക്കമായിരിക്കുകയാണ്. അൽബിദ പാർക്കിലാണ് റൺ അരങ്ങേറുന്നത്. 50-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ദോഹയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വളരെ ആവേശകരമായ റണ്ണിന് തുടക്കമായിരിക്കുന്നു. അപ്പോൾ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ ശേഷം അബ്ബാസ് ഓടാൻ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. ദോഹയിലെ അൽബിദ പാർക്കിലാണ്. ഇതാ നമ്മുടെ റണ്ണിൻ്റെ ആദ്യത്തെ വിഭാഗം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ എൻ്റെ പിന്നിൽ കാണാൻ ഓടുന്ന റണ്ണർമാർ 10Kയുടെയും അതുപോലെ 5Kയുടെയും റണ്ണേഴ്സിൻ്റെ ആണ് ആരംഭിച്ചത്. ഇനിയും കുട്ടികളുടെയും അതുപോലെ സ്മോൾ കിഡ്സിൻ്റെയും ഓട്ടം ബാക്കിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ അൽബിദ പാർക്കിൽ ഈ ഇവൻ്റ് നടക്കുന്ന വേദിയിലാണുള്ളത്. നിരവധി ഈ രാവിലെ തന്നെ ഈ ഡിസംബറിൻ്റെ ഒരു തണുപ്പ് നിറഞ്ഞ പ്രഭാതത്തിൽ നിരവധി ആളുകളാണ് ഈ റണ്ണിന് വേണ്ടി വന്നിട്ടുള്ളത്. ഓൾറെഡി 800 പേരാണ് ഈ നമ്മുടെ റണ്ണിന് വേണ്ടി രജിസ്റ്റർ ചെയ്തത്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വവും അതുപോലെ വളരെ ആഹ്ലാദഭരിതവുമായ ഒരു രാവിലെയാണിത്, ഒരു പുലർക്കാലമാണിത്. ഇവിടെ ഈ 800 ആളുകൾക്ക് പുറമെ ഇതിന് അനുബന്ധമായിട്ടുള്ള നിരവധി ആളുകൾ കൂടി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, റണ്ണേഴ്സ് ഉണ്ട്, കുട്ടികളടക്കം. ഇതാ ഒരു മക്കൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന കൂടെ. ഹലോ, ഹൗ ആർ യു? Your good name? Adam. Yeah. In which race you are participating? 2.5 കാറ്റഗറി. ഓക്കെ, ദെൻ അപ്പം 2.5 കിലോമീറ്ററിന്റെ കാറ്റഗറിയിൽ പങ്കെടുക്കുന്ന ചെറിയ കുട്ടിയാണ്. ഇതാ അടുത്ത ഒരു കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ 2.5 കിലോമീറ്ററിന്റെ റേസ് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അബൌട്ട് ജസ്റ്റ് സ്റ്റാർട്ടാണ്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അൽബിദ പാർക്ക് എന്ന് പറയുന്നത് മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഹോസ്റ്റ് ചെയ്തൊരു വേദിയാണ്. 50-ലേറെ രാഷ്ട്രങ്ങളിലുള്ള റണ്ണർമാർ, അതിൽ ആഫ്രിക്കക്കാരായിട്ടുള്ള, യൂറോപ്യരായിട്ടുള്ള, US-ൽ നിന്നുള്ള ഒരുപാട് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റണ്ണർമാരാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ജിൽസി കാണാവുന്നത് പോലെ തന്നെ അടുത്ത സ്റ്റാർട്ടിംഗ് ലൈനപ്പായി ഈ ലൈനപ്പ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനിയും റേസുകൾ ബാക്കിയുണ്ട്. ഇതിന്റെ 2ാമത്തെ റേസാണ് നിലവിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ഇൻസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ദോഹയിലെ പ്രവാസികളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മീഡിയ വണ്ണിന് സജീവ ശ്രദ്ധയുണ്ട് എന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ തെളിയിക്കുന്നതാണ്. അപ്പോൾ ദോഹ റണ്ണിന് എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ എഡിഷൻ ആയിരിക്കും ഇത്. അൽബിദ പാർക്കിൽ എത്ര ഗംഭീരമായിട്ടാണ് ഇത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം എത്ര കാറ്റഗറി, 3ാമത്തെ എഡിഷൻ, എത്ര കാറ്റഗറികളിലായിട്ട് ആളുകളുണ്ട്? ഇതിന്റെ രജിസ്ട്രേഷൻ പീരീഡൊക്കെ എങ്ങനെയായിരുന്നു? ഇതിന് രജിസ്ട്രേഷൻ വളരെ കുറച്ച് സമയമാണ് നമുക്ക് രജിസ്ട്രേഷന് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഒരു ഓവർവെൽമിംഗ് റെസ്പോൺസ് ആയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ 800 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട റേസിംഗ് വിഭാഗം എന്ന് പറയുന്നത് 10 കിലോമീറ്ററാണ് ഒന്നാമത്തേത്. 2ാമത്തെ 5 കിലോമീറ്ററാണ്. അത് അഡൾട്ട് കാറ്റഗറിക്കാണ്. അഡൾട്ട് കാറ്റഗറിക്ക് 2.5 കിലോമീറ്ററിൻ്റെ വേറെ ഒരു 3ാമത്തെ കാറ്റഗറി ഉണ്ട്. പിന്നീട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 2.5 കിലോമീറ്ററിൻ്റെ ഓട്ടം ഉണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 800 മീറ്ററിൻ്റെ മറ്റൊരു റേസ് കാറ്റഗറി കൂടിയുണ്ട്. ഇത് മെയിൽസിനും അതുപോലെ ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഓടാറുള്ളത്. അതുകൊണ്ട് തന്നെ നിറയെ സമ്മാനങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. ഗംഭീരമായ മെഡൽ കാത്തിരിക്കുന്നുണ്ട്. ദോഹ ഫിറ്റ്നസ്സിനും അതുപോലെ ഇത് ആരോഗ്യ കാര്യങ്ങൾക്കും വെൽനെസ്സിനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടി, ഒരു ക്യാപിറ്റൽ സിറ്റി കൂടിയാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം Under-17 വേൾഡ് കപ്പ്, FIFA അറബ് കപ്പ്, നിലവിൽ ഇന്നലെ ആരംഭിച്ച ചെസ് ടൂർണമെൻറ്റ്, ഇങ്ങനെ ഈ ഒരു സ്പോർട്സിൻ്റെയും അതുപോലെ വെൽനെസ്സിൻ്റെയും ഒരു ക്യാപിറ്റൽ സിറ്റിയായി കൂടി ദോഹ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് നമ്മുടെ ദോഹ റണ്ണ് കൂടി അതിൽ അടയാളപ്പെടുത്തുന്നത്. റൺ ടുഗദർ, റൈസ് ടുഗദർ, ഒന്നിച്ച് ഉയരാം, ഒന്നിച്ച് ഓടാം എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് തുടർച്ചയായ 3ാമത്തെ വർഷവും ദോഹ റൺ മീഡിയ വൺ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത റേസ് കൂടി വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. അതിമനോഹരമായ ഒരു പ്രഭാതം. നല്ല തണുപ്പുണ്ട്. ദോഹയിൽ കുറച്ചായിട്ട് നമുക്കറിയാം മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ തണുപ്പിൻ്റെ ഒക്കെ അതൊക്കെ മാറ്റിവെച്ച് ഒരു മൂടി പുതച്ച് കിടന്നിറങ്ങാനുള്ള എല്ലാവിധ പ്രവണതകളും മാറ്റിവെച്ച് ഈ റേസിന് വേണ്ടി ഇവിടെ എത്തിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതാണ് മീഡിയ വണ്ണിന് നമുക്ക് ഈ സ്പോർട്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഈ ഹെൽത്ത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു പാരിതോഷികം, ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഏതായാലും നമ്മുടെ കൂടെ ചില ആളുകൾ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്?
മലയാളി അല്ലേ? യെസ്, മലയാളി. ആരാണ് ഓടുന്നത്? മക്കളാണോ? ആ, മക്കളല്ല, അല്ല, മരുമക്കള്. മരുമക്കൾ ഓടുന്നത് അല്ലേ? ഇവരെ ഒരാളുണ്ട്. എങ്ങനെയുണ്ട് രാവിലെ? എങ്ങനെയുണ്ട് രാവിലെ? എനർജിയോട് കൂടി എല്ലാവരും വന്ന് പങ്കെടുക്കാൻ, ഇതെല്ലാം കാണാൻ കഴിഞ്ഞൊരു വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വിസിറ്റിങ്ങിന് വന്നായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അവിടുന്ന്. മക്കളാണ് ഓടുന്നത്? ഹസ്ബൻഡുണ്ടോ? ആ, ഹസ്ബൻഡും ഉണ്ട്, മക്കളും ഉണ്ട്. അപ്പൊ നിങ്ങളെന്താ ഓടാഞ്ഞ്? ഇവരെ കഴിയട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് ഇയർ ഇൻഷാ അല്ലാ. അപ്പം ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അടുത്ത വർഷം ഓടാം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അബ്ബാസ്, ഇങ്ങനെ നാട്ടുകാരുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരെ, ഇടയ്ക്കൊക്കെ അബ്ബാസിന്റെ ആരോഗ്യം ഒന്ന് നോക്കേണ്ടതുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്, അപ്പോ നല്ല ഒരു വൈബിൾ അറ്റ്മോസ്ഫിയർ. ജിൽസി, കാലാവസ്ഥ മാറ്റത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല അബ്ബാസ്, വലിയ ആളുകളുടെ കൂട്ടത്തിലൊന്നും അഡൽറ്റ് കാറ്റഗറിയിലൊന്നും ഓടിയിട്ട് പണി വാങ്ങിക്കണ്ട. 2.5 കിലോമീറ്റർ ഈ കുട്ടികളുടെ കാറ്റഗറിയിൽ വല്ല ഓടിയാൽ മതി കേട്ടോ. ജിൽസി, അടുത്ത കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇത് കൂടി കണ്ടിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാൻ. ഇതാ ഈ ഓട്ടക്കാരുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ ദോഹ ടീ ടൈം റണ്ണിന്റെ 2ാമത്തെ കാറ്റഗറിക്കും തുടക്കമായിരിക്കുകയാണ്. ഇതാ കൊച്ചു കുട്ടികളെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ആളുകൾ ഓടുന്നത്. ഏതായാലും ഇതാണ് മീഡിയ വൺ അതിരാവിലെ പുലർച്ചെ. ഈ 53 രാജ്യങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ട് അവരെ നിരാശപ്പെടുത്തില്ലല്ലോ അല്ലേ? കാര്യമായ സമ്മാനങ്ങളൊക്കെ ഉണ്ടോ അബ്ബാസ്? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ വിജയികളൊക്കെ കാത്തിരിക്കുന്നത് അതിഗംഭീരമായ മെഡലുണ്ട്. അതുകൂടെ എല്ലാവർക്കും നമ്മൾ സമ്മാനങ്ങൾ സെപ്പറേറ്റ്, എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ആ അർത്ഥത്തിൽ ഒരു ഇന്റർനാഷണൽ ഇവന്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മീഡിയ വൺ ഈ ഒരു ഇവന്റിനെ കാണുന്നത്, മീഡിയ വണ്ണിന്റെ ദോഹ റണ്ണിനെ കാണുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും ഇതിന്റെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമല്ല, റേസർമാർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് റണ്ണേഴ്സ് നമ്മൾ ഇത് ഗംഭീരമായിട്ട് ഓരോ വർഷവും ആയി മാറുന്നു, മികച്ചതായി മാറുന്നു എന്ന അനുഭവം കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അതൊക്കെ നമ്മൾ വാർത്തയിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ സംസാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇതാണ് ഏതായാലും. എനിവേ, അടുത്ത കുട്ടികളുടെ താങ്ക് യു അബ്ബാസ്. എന്തായാലും ദോഹയിലെ പ്രവാസികൾ വലിയ ആവേശത്തിലാണ്.